ഈ നീരുറവിക്കരികിലെ സാധാരണ കുഴിമാടത്തിൽ ആരുടെ മൃതദേഹമാണാവോ ഈ പാതിരാത്രി അടക്കാൻ പോകുന്നത്? ആർക്കറിയാം, സാധാരണ ജോലിക്കാരനേത് വല്ലതുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സൈനിക ബഹുമതികളോടെയല്ലേ അടക്കം ചെയ്യാറുള്ളൂ. ഇതിപ്പോ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആരാണെന്നറിയാൻ നമുക്കൊരു വഴിയുണ്ട്. എന്തു വഴി? കല്ലറയിൽ പേരെഴുതി വെക്കുമല്ലോ. ശരിയാണ്. ദേ, അവർ വരുന്നുണ്ട്. മിണ്ടല്ലേ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. അതാരാണ്? അറിയില്ലേ? സർ ഹഡ്സൺലോ. കർക്കശക്കാരനായ ആ ബ്രിട്ടീഷ് സൈന്യാധിപനോ? അതെ. മിണ്ടല്ലേ, അയാൾ അവരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ശവപ്പെട്ടി കുഴിയിലേക്ക് ഇറക്കാൻ വരട്ടെ. വേറൊരു പെട്ടി കൊണ്ടുവരൂ. ശവമടക്കിയ പെട്ടി രണ്ടാമത്തെ പെട്ടിക്കുള്ളിലാക്കണം. ഒരിക്കലും തുറക്കാനാവാത്ത വിധം ആണിയടിക്കൂ. ഇങ്ങനെ തെറ്റാതെ അടിച്ചു കയറ്റൂ. മരണത്തിന്റെ ഇരുളിലും ഒരു നൂൽവിടവിന്റെ വെളിച്ചം കിട്ടിയാൽ മതി, അവൻ രക്ഷപ്പെടും. അത്രയ്ക്ക് വീരനാ ഈ ശവപ്പെട്ടിക്കുള്ളിൽ. നമ്മളെയെല്ലാം നിസ്സാരന്മാരാക്കി അവന്റെ കാരിരുമ്പിന്റെ ധൈര്യം, അവനോടുള്ള വെറുപ്പ് കെടാക്കനലായി എരിഞ്ഞത് കൊണ്ടല്ലേ 5.5 വർഷക്കാലം ഇവനെ ഈ ദ്വീപിലിട്ട് ആരും അറിയാതെ നരകിപ്പിച്ച് 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 എന്താണിത്? ക്ഷമിക്കണം സൈനാധിപ, കല്ലറയ്ക്ക് മുകളിൽ വയ്ക്കാനുള്ള ഫലകമാണ്. എന്താണതിൽ എഴുതിയിരിക്കുന്നത്? നാം കാണട്ടെ. ആര് പറഞ്ഞു ഇവന്റെ പേരെഴുതാൻ? എന്റെ പേര് കേൾക്കുന്നത് പോലും നമ്മുടെ രാജ്യത്തിന് പേടി സ്വപ്നമായിരുന്നു. അറിയാമോ? എന്നിട്ടാ? ക്ഷമിക്കണം സൈനാധിപ, മറ്റൊരു ഫലകത്തിൽ എഴുതാം. എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാലും. എന്താണ് എഴുതേണ്ടത്? എന്താണ്? ഇവിടെ വിശ്രമിക്കുന്നു. അത്രമാത്രം മതി. അത് മാത്രം എഴുതിയാ മതി. ഇവിടെ വിശ്രമിക്കുന്നു. ആരും എഴുതിയിട്ടില്ല.
അതിനുത്തരം എറിഞ്ഞു കളഞ്ഞ ആ ഫലകത്തിലുണ്ടാവും. ഈ ഇരുട്ടിൽ നിന്നും നമുക്ക് തപ്പിയെടുത്താലോ? നെപ്പോളിയൻ ബോണോപാർട്ട്. നെപ്പോളിയൻ ബോണോപാർട്ട്, നെപ്പോളിയൻ ബോണോപാർട്ട്, നെപ്പോളിയൻ ബോണോപാർട്ട്. കാറ്റും കോളും നിറഞ്ഞ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ കോഴ്സിക്ക ദ്വീപിൽ നിന്നും ഒരിക്കൽ യൂറോപ്പിന് അമ്പരപ്പിച്ച യോദ്ധാവിന്റെ ഉന്നതമായ ആഗ്രഹങ്ങളുടെയും മഹത്തായ വിജയങ്ങളുടെയും കഥ. ഭൂമിയിൽ പിറന്ന ഒരു അസാധാരണ ജന്മത്തിന്റെ പോരാട്ടത്തിന്റെ കഥ. നെപ്പോളിയൻ ബോണപ്പാർട്ട്. നാടകരചന സാബു പുളിക്കത്തറ. സംവിധാനം അലക്സ് താളൂപ്പാടത്ത്. അവതരണം സെന്റ് റോക്കീസ് നൃത്തകലാഭവൻ പള്ളിപ്പുറം. പ്രാർത്ഥനാ ഗീതത്തിലേക്ക്. സർവം സൃഷ്ടിച്ച പരം പോരുളേ, സർവം സൃഷ്ടിച്ച പരം പോരുളേ, മഹിമയോടെ വാണങ്ങിടുന്നേ, മഹിമയോടെ വാണങ്ങിടുന്നേ. പാലാതെ കാത്ത് കൊണ്ടിടും സർവം, പാരാതെ കാത്തുകൊണ്ടിടും സർവം, പരമപവിത്ര സ്തോത്രം, പരമപവിത്ര സ്തോത്രം. ആദിമാതാവിൻ പിറവാൽ മണ്ണിൽ, ആദിമാതാവിൻ പിറവാൽ മണ്ണിൽ, മുളയെടുത്ത പാപത്തിൽ പിഴയായി, മുളയെടുത്ത പാപത്തിൽ പിഴയായി, മണ്ണിലവതരിച്ച യേശു, മണ്ണിലവതരിച്ച യേശു, മിശിഹായിക്കും സ്തോത്രം, മിശിഹായിക്കും സ്തോത്രം. ദാവീദിൻ വംശത്തിൻ രാജാജ്ഞി, ദാവീദിൻ വംശത്തിൽ രാജാജ്ഞി, ദൈവസുതനെ വഹിച്ചോരു തരം, ദൈവസുതനെ വഹിച്ചോരു തരം, മക്കൾക്കാശ്രയമായോർ മണ്ണിൽ,
സാക്ഷികൾക്കാശ്രയമായോൾ മണ്ണിൽ കന്യമറിയമേ സ്തോത്രം. കന്യമറിയമേ സ്തോത്രം. സാക്ഷികളായി ലോകത്തിൽ മുഴുവൻ, സാക്ഷികളായി ലോകത്തിൽ മുഴുവൻ സുവിശേഷം വിതച്ച വിശുദ്ധർ. സുവിശേഷം വിതച്ച വിശുദ്ധർ. സ്വർഗലോകത്തിൽ സ്വർഗലോകത്തിൻ വഴിയേ പുകാൻ ഞങ്ങൾക്കാശ്രയമേകണേ. ഞങ്ങൾക്കാശ്രയമേകണേ. സർവം സൃഷ്ടിച്ച പരം പൊരുളേ മഹിമയോമേ കൊണ്ടിടും സർവം പരമപവിത്ര സ്തോത്രം. പരമപവിത്ര സ്തോത്രം. ബാലപാട്ട്. പ്രസിദ്ധി കേട്ട വീരയോദ്ധാവ്, തായൽ പ്രസിദ്ധി കേട്ട വീരയോദ്ധാവ്, ചക്രവർത്തിന്റെ പൊളിയൻ ചരിതം. ചക്രവർത്തിന്റെ പൊളിയൻ ചരിതം. ആകിടാൻ സഭை തന്നിൽ വന്നിത ബാലകൾ. ആകിടാൻ സഭை തന്നിൽ വന്നിത ബാലകൾ. ആടിടാൻ സഭை തന്നിൽ വന്നിത ബാലകൾ. ആടിടാൻ സഭை തന്നിൽ വന്നിത ബാലകൾ. കെട്ടിക്കിട്ടത് മതത്തിൽ അങ്കിടക്കിട്ടത് മതകത്തി കിടത്തം. ഉന്നതമായ ലക്ഷ്യം ഉറച്ച മനസാൽ. ഉന്നതമായ ലക്ഷ്യം ഉറച്ച മനസാൽ. കോശിക്കാതിൽ നിന്നും ഫ്രാൻസിൽ വന്ന വീരർ. കോശിക്കാതിൽ നിന്നും ഫ്രാൻസിൽ വന്ന വീരർ. സൈനിക വിദ്യകൾ അഭ്യസിച്ചുന്നതനായി. സൈനിക വിദ്യകൾ അഭ്യസിച്ചുന്നതനായി. സൈനിക വിദ്യകൾ അഭ്യസിച്ചുന്നതനായി. സൈനിക വിദ്യകൾ അഭ്യസിച്ചുന്നതനായി. കെട്ടിക്കിട്ടത് മതത്തിൽ അങ്കിടക്കിട്ടത് മറകത്തി കിടത്തം. അവസരം നഷ്ടമാക്കാതെ മുന്നേറിപ്പോയിൽ. അവസരം നഷ്ടമാക്കാതെ മുന്നേറിപ്പോയിൽ. യൂറോപ്യൻ വൻകര വിറപ്പിച്ച യുദ്ധവീരൻ. യൂറോപ്യൻ വൻകര വിറപ്പിച്ച യുദ്ധവീരൻ. അസാധ്യമെന്ന വാക്കിനന്തകനായി മാറി. അസാധ്യമെന്ന വാക്കിനന്തകനായി മാറി.
അസാധ്യമെന്ന വാക്കിനന്തകനായി മാറി 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 ഹിംസയിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിപ്ലവങ്ങളിൽ പലതും ലക്ഷ്യം പിഴച്ചു എന്നത് ചരിത്ര സത്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ദുർഗതി അതിനുള്ള ഉദാഹരണം. രാഷ്ട്രവും ജനതയും അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കാലം. നാഷണൽ കൺവെൻഷൻ പിരിച്ചുവിടുകയും 5 ഡയറക്ടർമാരടങ്ങുന്ന ഡയറക്ടറിയിലേക്ക് അധികാരം ചുരുക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെതിരെ രാജ്യത്തെ ഒരു വിഭാഗം വാളും തോക്കുമായി തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നു. അങ്ങനെ ഫ്രാൻസിൽ വീണ്ടും സായുധ കലാപം അരങ്ങേറുന്നു. ഈ സമയത്ത് 5 ഡയറക്ടർമാരടങ്ങുന്ന ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ. തുടർന്ന് കാണുക. പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും ഫ്രഞ്ച് രാജ്യത്തിൻ ഭരണം കൈയാളും വീരർ ഞങ്ങൾ ഫ്രഞ്ച് രാജ്യത്തിൻ ഭരണം കൈയാളും വീരർ ഞങ്ങൾ 5 പേർ പാലകരായി മണ്ണിലെങ്ങും വിളങ്ങും 5 പേർ പാലകരായി മണ്ണിലെങ്ങും വിളങ്ങും അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൻ മുന്നിലൊന്നായി അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൽ മുന്നിലൊന്നായി അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൻ മുന്നിലൊന്നായി അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൻ മുന്നിലൊന്നായി താം പെയ്തത്താം തകടകതത്തികതം തിരുതത്തിരികടതം തിരുതത്തിരികടതം തട്ടിത്തകത്തം പൂർവൻ ലോകത്തിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുത്തു പൂർവൻ ലോകത്തിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുത്തു സ്വേച്ഛാധിപത്യം തകർത്തെറിഞ്ഞ മുന്നേറ്റമൊന്ന് സ്വേച്ഛാധിപത്യം തകർത്തെറിഞ്ഞ മുന്നേറ്റമൊന്നായി ഇല്ലത്തിൻ ആയുധത്താൽ അഹിതർ തൻ ശിരസറുക്കും ഇല്ലത്തിൻ ആയുധത്താൽ അഹിതർ തൻ ശിരസറുക്കും വിപ്ലവ നേതാക്കളെ ഭ്രഷ്ടരാക്കിയോ ഞങ്ങൾ വിപ്ലവ നേതാക്കളെ ഭ്രഷ്ടയാക്കിയോ ഞങ്ങൾ പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും പഞ്ചാബോ ജാഗ്രതയിലാഴി അലങ്കരിക്കും ഫ്രഞ്ച് രാജ്യത്തിൻ ഭരണം കൈയാളും വീരർ ഞങ്ങൾ ഫ്രഞ്ച് രാജ്യത്തിൻ ഭരണം കൈയാളും വീരർ ഞങ്ങൾ 5 പേർ പാലകരായി മണ്ണിലെങ്ങും വിളങ്ങും 5 പേർ പാലകരായി മണ്ണിലെങ്ങും വിളങ്ങും അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൻ മുന്നിലൊന്ന് അഞ്ചാതിയായി ജ്വലിക്കും ശത്രുവിൻ മുന്നിലൊന്ന് പെയ്തത്താം തകടകതത്തികതം തിരുതത്തിരികടതം തിരുതത്തിരികടതം തട്ടിന്തകത്തം വരവായി ദൂതനിതാ സഭൈ തന്നിൽ വരവായി ദൂതനിതാ സഭൈ തന്നിൽ വരവായി ദൂതനിതാ സഭൈ തന്നിൽ വരവായി ദൂതനിതാ സഭൈ തന്നിൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ സന്ദേശമായി മുന്നിൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ സന്ദേശമായി മുന്നിൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ സന്ദേശമായി മുന്നിൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ സന്ദേശമായി തിട്ടകിടത്തുമൃതത്തിലങ്ക് തക്കിടത്തുമൃതകതതികിടതം അധികാരം കൈയാളും ശ്രേഷ്ഠർ അഞ്ചും അധികാരം കൈയാളും ശ്രേഷ്ഠർ 5 അറിയുവാൻ സൈന്യത്തിൻ സന്ദേശമായി മുന്നിൽ അറിയുവാൻ സൈന്യത്തിൽ സന്ദേശമായി മുന്നിൽ അറിയുവാൻ സൈന്യത്തിൻ സന്ദേശമായി മുന്നിൽ അറിയുവാൻ സൈന്യത്തിൽ സന്ദേശമായി അറിയുവാൻ സൈന്യത്തിൻ
സന്ദേശമായി മുന്നിൽ അറിയുവാൻ സൈന്യത്തിൻ സന്ദേശമായി മൃതകഥ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സമുന്നതനായ അധികാരികളെ വന്ദനം. സേവക വാങ്ങിക്കൂ. എന്താണ് പുതുതായി അറിയിക്കാനുള്ളത്? ആയുധങ്ങൾ കയ്യിലേന്തി വിപ്ലവയോദ്ധാക്കൾ നിരന്നിടുന്നു നാലുദിക്കോ കൂട്ടിനുണ്ട് അക്രമം രാജപക്ഷക്കാർ കൊള്ള ചെയ്തിടും ഫ്രാൻസിൻ തെരുവോരം 40,000 പേർ നിറഞ്ഞിടും എതിരിടാൻ കഴിയാതെ അതിരിൽ ഒതുങ്ങിടുന്നു രാജ്യത്തിൻ സൈന്യമിപ്പോ ചടുതിയിൽ പ്രതിവിധി കണ്ടിടണം. കലാപത്തി കെടുത്തിടാനാ ദത്തം തകതിന്തത്തകതമിതോക്തിയത്താത്തി ഭടന്റെ കൈവാൾ അനീതിയുടെ ചെഞ്ചോരയിൽ മുങ്ങിത്താഴും മുൻപ് റൂസോ എന്ന ചെണ്ടകന്റെ അമർത്തിപ്പിടിച്ചാൽ ഒടിഞ്ഞുപോകുമായിരുന്ന എടുത്തുതൂവൽ കറുത്ത മഷിയിൽ മുങ്ങിയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ വിപ്ലവം സ്വപ്നമാകുമായിരുന്നു. പക്ഷേ ഹിംസയിലൂടെ നേടുന്ന വിപ്ലവം എന്തായാലും ലക്ഷ്യം പിഴയ്ക്കുമെന്ന് തീർച്ചയായിരുന്നില്ലേ ഡഗീർ? അതെ, തുടർന്നു വന്ന ഭരണം നിരപരാധികളെ വേട്ടയാടുകയായിരുന്നു. വിപ്ലവ ഗവൺമെന്റിനെതിരെ ഉരിയാടുന്നവരെ തല അറുത്തു മാറ്റാൻ ഗില്ലറ്റിനിലേക്ക് വലിച്ചിഴച്ചു. അതെ, തങ്ങൾ എന്തു കാരണത്താലാണ് മരിക്കുന്നതെന്ന് പോലും അറിയാത്ത 10,000-ഓളം മനുഷ്യർ. പൊറുതിമുട്ടിയ ജനം വിപ്ലവ ഗവൺമെന്റിനെ പുറത്താക്കി അധികാരം 5 പേരടങ്ങുന്ന ഡയറക്ടറിയായ നമ്മിലേക്കെത്തി. പക്ഷേ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ ചെയ്ത് പരിശീലിപ്പിച്ച ജനറൽമാരുടെ കീഴിലാണ് 40,000-ഓളം വരുന്ന സായുധധാരികൾ അഴിഞ്ഞാടുന്നത്. ഈ അരാജകത്വത്തെ തരണം ചെയ്യാൻ ഒരു രക്ഷകനും വരാനില്ല. നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ എനിക്കറിയാം. ഒരേ ഒരാളെ. ആരാണത്? ബോണോപാർട്ട്. വേറിട്ട ജന്മം. അതെ, വേറിട്ട ജന്മം. കാറ്റും കോളും നിറഞ്ഞ് മെഡിറ്ററേനിയൻ സമുദ്രദ്വീപിൽ പിറന്നവൻ. യുദ്ധഭൂമിയിൽ താരാട്ടുപാട്ട് കേട്ടുറങ്ങിയ കുഞ്ഞ്, ഇപ്പോൾ യുദ്ധവീരൻ. ടൊലോണിൽ ബ്രിട്ടനെ തോൽപ്പിച്ച 26 വയസ്സുകാരൻ നെപ്പോളിയൻ ബോണോപാർട്ട്. കിരീടം അണിഞ്ഞ മലനിരം കിരീടം അണിഞ്ഞ മലനിരം കിരീടം അണിഞ്ഞ മലനിരം കിരീടം അണിഞ്ഞ മലനിരം നേടും കോഴ്ചിക്കാത്തി
തപ്പിട്ടത് മർദ്ദത്തിൽ അങ്ക് തപ്പിട്ടത് മർദ്ദകഥ സൈനിക വിദ്യ നേടി ബാല്യത്തിൽ നന്നായി സൈനിക വിദ്യ നേടി ബാല്യത്തിൽ നന്നായി സകലതും പിടിച്ചടക്കാൻ വെമ്പും പോരാട്ടം സകലതും പിടിച്ചടക്കാൻ വെമ്പും പോരാട്ടം കടനിശ്ചയം നെഞ്ചിൽ കവചമായി അണിഞ്ഞവൻ കടനിശ്ചയം നെഞ്ചിൽ കവചമായി അണിഞ്ഞവൻ നെപ്പോളിയൻ ഞാനേ സഭയിൽ വന്നിടുന്നു നെപ്പോളിയൻ ഞാനേ സഭയിൽ വന്നിടുന്നു നെപ്പോളിയൻ ഞാനേ സഭയിൽ വന്നിടുന്നു നെപ്പോളിയൻ ഞാനേ സഭയിൽ വന്നിടുന്നു തെറ്റിക്കിട്ടത് മർദ്ദത്തിൽ അങ്ക് തക്കിട്ടത് മർദ്ദകഥ യൗവനത്തിൻ അഗ്നിയാലേ ജ്വലിച്ചിടും വീരനെ നീ പോർക്കളത്തിൽ മുന്നിൽ നിന്നാൽ ജയിച്ചിടും നിശ്ചയമായി ചോര വീണു ചുവന്നിടുന്നു മഞ്ഞുമോടും സമതലങ്ങൾ ഈ കനൽ പടർന്നാളുന്നു കലാപത്തിൻ കാറ്റിനാലേ നിസ്സഹായരായി നോക്കി നിൽക്കും ഫ്രാൻസിൻ സേനയ്ക്ക് ശക്തിയേകാൻ നെപ്പോളിയൻ പോക വേണം കലാപത്തെ അടിച്ചമർത്താം ബോണോപാർട്ട്, ഞങ്ങളെ രക്ഷിക്കൂ. കലാപകാരികൾ ഇവിടെ പിടിച്ചടക്കും മുമ്പ് എന്ത് വേണമെങ്കിലും പകരമായി നൽകാം. ദേശസ്നേഹത്തിന് പ്രതിഫലമോ? ടുളോൺ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ സംശയിച്ചു. 24-കാരന് യുദ്ധം ജയിക്കാനാവുമോ എന്ന്. അതെ, ഇത്ര ചെറുപ്രായക്കാരന് ബ്രിട്ടനെ തോൽപ്പിക്കാനാവുമോ എന്ന് ഞങ്ങൾ ഭയന്നു. ശരിയാണ്. പക്ഷേ യുദ്ധം ജയിച്ച താങ്കൾ ഫ്രാൻസിന്റെ ആരാധ്യ പുരുഷനായി. ബോണപ്പാർട്ട്, ഞങ്ങളെ രക്ഷിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ. കലാപം അടിച്ചമർത്താം. പരിപൂർണമായിട്ടുള്ള അധികാരം, അതൊന്നു മാത്രമാണ് എനിക്ക് വേണ്ടത്. തലയ്ക്ക് മുകളിൽ നിന്ന് ജനപ്രതിനിധി സഭയുടെ ഒരു കൽപ്പനയും നിയന്ത്രണവും കർത്തവ്യ നിർവഹണ വേളയിൽ എന്നെ അലട്ടാൻ പാടില്ല. അത് ഒരു നിയന്ത്രണമില്ലാതെ അതൊരിക്കലും സാധ്യമല്ല നെപ്പോളിയൻ. അതെ, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എങ്കിൽ ഞാൻ എന്റെ സമയം പാഴാക്കുന്നില്ല. ഒരു നിമിഷം നിൽക്കൂ ബോണോപാർട്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്താണിത് ബോൾബ്രസ്? ചിന്തിച്ചിട്ടാണോ താങ്കളുടെ ഈ തീരുമാനം? അതെ, നമുക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ല. ഇപ്പോൾ ഫ്രാൻസിൽ നെപ്പോളിയൻ എന്ന 26-കാരന്റെ നിയമമാണ്, അല്ലേ ബോൾബറസ്? നെപ്പോളിയന് യുദ്ധം ഒരു ഹരമാണ്. നിരത്തു പീരങ്കികൾ, അശ്വാരൂഢർ അതിന് പിന്നിൽ മതി. വേഗം! തിങ്കളൊട്ടുവില സുംബിരനായകൻ തിങ്കളൊട്ടുവില സുംബിരനായകൻ തിങ്കളൊട്ടുവില സുംബിരനായകൻ തിങ്കളൊട്ടുവില സുംബിരനായകൻ ഫ്രാൻസിൻ പാലകനായി ഫ്രാൻസിൻ പാലകനായി നല്ല ധൈര്യവും വീര്യവും വാൾത്തല പോലെ തിളങ്ങുന്ന നെപ്പോളിയൻ ഞാൻ. നല്ല ധൈര്യവും വീര്യവും വാൾത്തല പോലെ തിളങ്ങുന്ന നെപ്പോളിയൻ ഞാൻ. തിങ്കളൊട്ടുവില സുംബിരനായകൻ തിങ്കളൊട്ടുവില സുംബിരനായകൻ ഫ്രാൻസിൻ പാലകനായി ഫ്രാൻസിൻ പാലകനായി നല്ല ധൈര്യവും വീര്യവും വാൾത്തല പോലെ തിളങ്ങുന്ന നെപ്പോളിയൻ ഞാൻ. നല്ല ധൈര്യവും വീര്യവും വാൾത്തല പോലെ തിളങ്ങുന്ന നെപ്പോളിയൻ ഞാൻ. തം തൈതത്തം തകതകത തകതകത തം തമൃതത്തരികടതം തമൃതത്തരികടതം തകിന്തകതം
സൈനദി നിറമറിച്ചു വന്നൊഴുകുന്നൊരു സൈനദി നിറമറിച്ചു വന്നൊഴുകുന്നൊരു ഫ്രാൻസിൻ കലാപഭൂമി ഫ്രാൻസിൻ കലാപഭൂമി നല്ല വീരനെ പോയിടും വേരോടെ പിഴുതിടാൻ നെപ്പോളിയൻ ബോണപ്പാർട്ട് നല്ല വീരനെ പോയിടും വേരോടെ പിഴുതിടാൻ നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താനാനെ തന്നാതന്നെ തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താനാനെ തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താനാനെ തന്നാതന്നെ തന്തന്നെ താന തന്നാതന്നെ തത്തന്നെ തന്തന്നെ താനാനെ തം തം തക 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 ത തമൃതത്തരികടതം തമൃതത്തരികടതം തത്തും വീരയോദ്ധാവ് നെപ്പോളിയൻ ബോണോപാർട്ട് ഞങ്ങളുടെ രക്ഷകൻ. 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 ഫ്രാൻസിന്റെ പ്രതീക്ഷയുടെ പൂക്കൾ നെപ്പോളിയന്റെ മനസ്സിന് ആഹ്ലാദത്തിന്റെ സുഗന്ധം പകരുന്നു. കുഞ്ഞെ, നീ ആരാണ്? ഫ്രാൻസിലെ സാധാരണ ജനങ്ങളെ പോലെ തന്നെ ഞാനും ബോണോപാർട്ടിന്റെ ആരാധകനാണ്. ലൂയിസ് എന്നാണ് എന്റെ പേര്. പ്രഭു മേരി ജോസഫൈന്റെ മകൻ. പിതാവ്? വിപ്ലവകാരികൾ കഴുത്തറുത്തു കൊന്ന അലക്സാണ്ടർ ഡ്യൂപ്യൂ ഹാർനേസ്. ബോണോപാർട്ട് ഞാൻ അങ്ങയെ വിരുന്നിനായി ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. മൊറോവിഞ്ചിയൻ രാജവംശത്തിൽ പിറന്ന മേരി ജോസഫൈൻ റോസിന്റെ കൊട്ടാരം. ജോസഫൈന്റെ ഭർത്താവ് അലക്സാണ്ടർ ഡ്യൂപ്യൂ ഹാർനേസിനെ വിപ്ലവാനന്തര ഫ്രഞ്ച് ഗവൺമെന്റ് കഴുത്തറുത്തു കൊന്നിരുന്നു. 2 കുട്ടികളുടെ മാതാവായ ജോസഫൈൻ വിധവയായി തീർന്നു. യുദ്ധവിജയങ്ങൾ കൊണ്ട് ഫ്രാൻസിന്റെ ഹരമായി മാറിയിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ജോസഫൈന്റെ പുത്രൻ ലൂയിസിന്റെ ക്ഷണപ്രകാരം വിരുന്നിനായി കൊട്ടാരത്തിലെത്തുന്നു. സൗന്ദര്യത്തിനും ഫാഷൻ ബോധത്തിനും രാഷ്ട്രീയ സ്വാധീനത്തിനും പേരുകേട്ട യൂറോപ്യൻ ചരിത്രത്തിലെ പേരുകേട്ട ചക്രവർത്തിനിയെ നെപ്പോളിയൻ ആദ്യമായി കണ്ടുമുട്ടുന്നു. അനുരാഗം പൊട്ടിവിടർന്നു. 2 പേരും ഒന്നാകുന്നു.
ക്ഷണം സ്വീകരിച്ച് സൽക്കാരത്തിന് വന്നെത്തിയ മഹത്തുക്കളെ സ്നേഹസ്വാഗതം. സന്തോഷത്തിന്റെ ഈ ഒത്തുചേരൽ രുചിയൂറും ഓർമ്മകളാക്കും. പാനപാത്രങ്ങൾ മുന്തിരിച്ചാറാൽ നിറയട്ടെ. ഈ സൽക്കാരത്തിൽ ഫ്രാൻസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അതിഥിയായിട്ടുണ്ട് റാണി. ആര്? ഞാൻ അറിയാതെ വന്നയാൾ? അങ്ങയുടെ കുഞ്ഞുമകൻ ലൂയിസിന്റെ അതിഥി. ലൂയിസിന്റെ അതിഥിയോ? ആരാണത്? ബ്രിഗേഡിയർ നെപ്പോളിയൻ ബോണപ്പാർട്ട്. വീരന്മാർ പിറന്ന ദേശം ഫ്രാൻസ് തന്നുടെ ധീരപുത്രൻ. 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 അംഗത്തിൽ തോൽവിയറിയ തുങ്കത്തിൽ കീർത്തി പരന്നോ. അംഗത്തിൽ തോൽവിയറിയാതുങ്കത്തിൽ കീർത്തി പരന്നോ. പല പടയികളും ചെയ്തൊരു വീരൻ കരങ്ങൾ കൂപ്പിതോ വണങ്ങി മങ്കയെ. പല പടയികളും ചെയ്തൊരു വീരൻ കരങ്ങൾ കൂപ്പിതോ വണങ്ങി മങ്കയെ. വീരന്മാർ പിറന്ന ദേശം ഫ്രാൻസ് തന്നുടെ ധീരപുത്രൻ. വീരന്മാർ പിറന്ന ദേശം ഫ്രാൻസ് തന്നുടെ ധീരപുത്രൻ. തത്തിക്കെന്നപ്പം പോരാടും വഴികൾ നിറയെ നിശ്ചയത്തിൻ കൊടികൾ പറത്തി. പോരാടും വഴികൾ നിറയെ വിജയത്തിൻ കൊടികൾ പറത്തി. പേരേഴും പടനായകനിത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. പേരേഴും പടനായകനിത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. എതിരിടും മതന്മാരെ അരിഞ്ഞിടും കെടുതിയിൽ അധിപതിയായിടും താഴ്ചേനയെ. എതിരിടും മതന്മാരെ അരിഞ്ഞിടും ചടുതിയിൽ അധിപതിയായിടും താഴ്ചേനയിൽ. വീരന്മാർ പിറന്ന ദേശം ഫ്രാൻസ് തന്നുടെ ധീരപുത്രൻ. വീരന്മാർ പിറന്ന ദേശം ഫ്രാൻസ് തന്നുടെ ധീരപുത്രൻ. കിട്ടത് മതത്തിൽ തക്കിടത് മതക്കഥ ജനതം.
ഫ്ലോറൻസിയൻ വംശത്തിലെ സുന്ദരിയായ റാണിക്ക് ഈയുള്ളവന്റെ സ്നേഹവന്ദനം. നെപ്പോളിയൻ ബോണോപാർട്ട്. ഒരുപാട് കേട്ടിരിക്കുന്നു അങ്ങയുടെ വീരചരിതങ്ങൾ. പക്ഷേ ഇത്ര ചെറുപ്പമാണെന്ന് അറിഞ്ഞില്ല. ഏതു വീരനും ഇടറി വീഴുന്ന ഒരേ ഒരു ഇടമേ ഈ മണ്ണിലുള്ളൂ. എവിടെ? സ്ത്രീയുടെ സൗന്ദര്യത്തിൽ. ഞാൻ 2 കുട്ടികളുടെ അമ്മയും വിധവയുമാണ്. അറിയാം, പക്ഷേ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ഫ്രാൻസിലെ ജനസാഗരം ആരാധിക്കുന്ന അങ്ങേക്ക് എന്നെക്കാൾ സുന്ദരിയായ മറ്റൊരാളെ ലഭിക്കാതിരിക്കില്ല. സ്ത്രീയുടെ സൗന്ദര്യം അത് കാണുന്നവന്റെ കണ്ണുകളിലല്ലേ ജോസഫൈൻ? എനിക്കിപ്പോൾ റാണിയേക്കാൾ പ്രിയതരമായി മറ്റൊന്ന് ഈ ലോകത്തിലില്ല. എന്റെ മനസ്സ് കീഴടങ്ങിയിരിക്കുന്നു. നെപ്പോളിയൻ ആഗ്രഹിക്കാത്ത ഏത് പെണ്ണാണ് ഫ്രാൻസിലുള്ളത്? ഞാൻ ഭാഗ്യവതിയാണ്. പ്രിയ ഫ്രാൻസ്, ഞാൻ നിങ്ങളുടെ രാജ്ഞിയെ കൊണ്ടുപോകുകയാണ്. നെപ്പോളിയൻ ബോണപാർട്ടും മേരി ജോസഫൈൻ റോസും ഒന്നാകുന്ന സ്വർഗീയ സുന്ദര നിമിഷത്തിലേക്ക്. പകരട്ടെ മുന്തിരിച്ചാറ്, നിറയട്ടെ മധുചഷകങ്ങൾ. ഈ ആഹ്ലാദം ഉത്സവമാക്കാം. വരൂ. ജന്മപുണ്യമേകിടാനായി വന്ന താരമേ, നന്മ മാത്രമേകിടാനായി വന്ന ദേവതേ, ഇല്ല ഞാൻ ഈ മണ്ണിൽ നീയില്ലെങ്കിൽ മേലെ തിങ്കൾ സാക്ഷിയാ നീ എന്റെ എന്നെ മാത്രം കാണും പിഴിയിൽ ഏതോ തൽപ്പം നീർത്തി ഞാൻ മേലെ തിങ്കൾ സാക്ഷിയായി നീ എന്റെ സ്വന്തമായി. വന്നിതാ എഴുത്തോലയും കയ്യിലെത്തി, വന്നിതാ എഴുത്തോലയും കയ്യിലെത്തി, വന്നിതാ എഴുത്തോലയും കയ്യിലെത്തി, വന്നിതാ എഴുത്തോലയും കയ്യിലെത്തി. ഫ്രാൻസിൻ പടയുടെ വീരൻ മുന്നിൽ നല്ല, ഫ്രാൻസിൻ പടയുടെ വീരൻ മുന്നിൽ നല്ല, ഫ്രാൻസിൻ പടയുടെ വീരൻ മുന്നിൽ നല്ല, ഫ്രാൻസിൻ പടയുടെ വീരൻ മുന്നിൽ പ്രണയവല്ലരി തള്ളിയിട്ടു നിൽക്കും
സുന്ദര നിന്നിൽ അറിയുവാൻ എന്തുണ്ടെഴുത്തോല പറയൂ നീ വേഗം നന്നാ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി ബ്രിഗേഡിയർ നെപ്പോളിയനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്. മധുവിധ ദിനങ്ങളെ ഈ വാർത്ത കൂടുതൽ സന്തോഷപൂർണ്ണമാക്കുന്നു. ക്ഷമിക്കണം വീരനായക. എന്താണ് പറയാനുള്ളത്? കുറുനരികൾ മേയും ഇടങ്ങളിൽ കുഞ്ഞാടുപോൽ ഇടറിടുന്നു സ്വസ്ഥസമതല ഭൂവിൽ നിന്നും സൈന്യത്തെ ഒന്നായി ചിതറിച്ചിടുന്നു പടയിൽ ഓസ്ട്രിയൻ വീരർക്കു മുന്നിൽ പതറിടും ഫ്രാൻസിൻ ഭടന്മാർക്ക് പകർന്നിടാൻ വീര്യവും ധൈര്യവും പോകണം യുദ്ധഭൂവിലങ്ങ് പോയിടും ഞാൻ പോരിൽ നിപുണ് സാഭിമാന്യം പോകളം തന്നെ സകജർക്കു ശക്തി പകർന്നിടും പടയിൽ ജയിച്ചിടും പ്രിയനെ, മധുവിന് തീരെ മുൻപ് ക്ലേശത്തിന്റെ യുദ്ധഭൂമിയിലേക്ക് അങ്ങ് യാത്രയാവുകയാണോ? അതെന്റെ കടമയല്ലേ ജോസഫായി? കൂടെയുള്ളവർ ശത്രുക്കളെ നേരിടുമ്പോൾ പടനായകൻ വിശ്രമിക്കുന്നത് എങ്ങനെ? നെപ്പോളിയന് വിജയമാണ് ലക്ഷ്യം, വിശ്രമമല്ല. ക്ഷമിക്കണം, അങ്ങേക്ക് ഊർജം പകരേണ്ട ഞാൻ എന്റെ മനസ്സിന്റെ മുമ്പരം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഭയപ്പെടാതിരിക്കും ജോസഫായി. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായുമ്പോഴും പടനിലത്തിൽ എന്റെ മനസ്സ് എന്റെ പ്രിയതമയോടൊപ്പമായിരിക്കും. ഞാൻ പോയി വരട്ടെ. പോയി വരൂ പ്രിയ സൈന്യാധിപ. പ്രാർത്ഥനയോടെ നീയുള്ളവൾ കാത്തിരിക്കും. എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ പുറപ്പെടുന്നു സൈന്യത്തിൻ കരുത്തായി ഇറ്റലിയിൽ പുറപ്പെടുന്നു സൈന്യത്തിൻ കരുത്തായി ഇറ്റലിയിൽ ഫ്രഞ്ച് സേനയ്ക്ക് ആത്മവീര്യമായി യുദ്ധഭൂവിൽ മുന്നിൽ ഫ്രഞ്ച് സേനയ്ക്ക് ആത്മവീര്യമായി യുദ്ധഭൂവിൽ മുന്നിൽ നയിച്ചിടും ഞാൻ ഉറച്ച കരവുമായി ചുഴക്കിടും വളയിച്ചിടും ഞാൻ ഉറച്ച കരവുമായി ചുഴക്കിടും ഒന്നായി നിന്നു പൊരുതിടും ഫ്രാൻസിനായി ഒന്നായി നിന്നു പൊരുതിടും ഫ്രാൻസിനായി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നാലും യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നാലും തകർത്തേടും സേനാനി ഞാനിത പോരിൻ പടക്കോ പഴിഞ്ഞിത വേഗത്തിൽ തകർത്തേടും സേനാനി ഞാനിത് പോരിൻ പടക്കോ പഴിഞ്ഞിത വേഗത്തിൽ എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ പുറപ്പെടുന്നു സൈന്യത്തിൻ കരുത്തായി ഇറ്റലിയിൽ 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 1795 മാർച്ച് 5-നാണ് നെപ്പോളിയനും തന്നേക്കാൾ 6 വയസ്സ് മുതിർന്ന ജോസഫൈനുമായുള്ള വിവാഹം നടക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇറ്റാലിയൻ റെജിമെന്റിലേക്ക് കമാൻഡർ ഇൻ ചീഫായി നെപ്പോളിയൻ എന്ന 26 വയസ്സുകാരൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇറ്റലിയിൽ
ഓസ്ട്രിയൻ ഭടന്മാർക്ക് മുന്നിൽ നരകയാതന അനുഭവിക്കുകയായിരുന്നു അപ്പോൾ ഫ്രഞ്ച് ഭടന്മാർ. അവരെ ശക്തരാക്കാൻ ഇറ്റലിയിലെ യുദ്ധമുഖത്തേക്ക് നെപ്പോളിയൻ എത്തുന്നു. എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ, എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ, എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ, എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ. എത്തിടുന്നു യുദ്ധഭൂമിയിൽ കരുത്തരാക്കാൻ, എത്തിടുന്നു യുദ്ധഭൂമിയിൽ കരുത്തരാക്കാൻ. വെടിയോ ഭയം പോരിൽ വേദന മുന്നേറും ഒന്നായി, വെടിയോ ഭയം പോരിൽ വീരരാ മുന്നേറും ഒന്നായി. എതിരിടും പടയ്ക്കതിരിടും കരുത്തായി നെപ്പോളിയൻ ഞാൻ, എതിരിടും പടയ്ക്കതിരിടും കരുത്തായി നെപ്പോളിയൻ ഞാൻ. ചത്തരും ധീരരുമായ പടകളെ, ചത്തരും ധീരരുമായ പടകളെ, നേടുവാൻ ഭൂമിയിലുണ്ടതു നേട്ടങ്ങൾ, നേടുവാൻ ഭൂമിയിലുണ്ടതു നേട്ടങ്ങൾ. നീരോടെ ഒന്നിച്ചു പൊഴുതുക ചോരത്തിളക്കണം വിജയത്തിലെത്തിടാൻ, നീരോടെ ഒന്നിച്ചു പൊഴുതുക ചോരത്തിളക്കണം വിജയത്തിലെത്തിടാൻ. എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ, എന്നും വിജയം നേടിയ ധീരൻ നെപ്പോളിയൻ ഞാൻ. എത്തിടുന്നു യുദ്ധഭൂമിയിൽ കരുത്തരാക്കാൻ, എത്തിടുന്നു യുദ്ധഭൂമിയിൽ കരുത്തരാക്കാൻ. തം തകടകടം തിമൃതത്തരികടം തിമൃതത്തരികടം തകുന്തകടം. പ്രിയരാം യോദ്ധാക്കളെ, നിങ്ങൾ പട്ടിണിയാൽ പരവശരായോ, പരമാനന്ദമേകുവാൻ വന്നു ഞാൻ, പോരിൽ മേന്മ പുലർത്തുവാൻ ഇച്ഛനാ. തകൃതത്തം തകതിന്ത തകതമിതയത്ത തിമൃതകത തികണതം. യോദ്ധാക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ കാണിക്കുന്ന ധീരതയും സഹനശക്തിയും അഭിനന്ദനീയമാണ്. ഐശ്വര്യം വിളഞ്ഞു നിൽക്കുന്ന പ്രവിശ്യകളും സമ്പന്നമായ നഗരങ്ങളും സമ്പത്തുമൊക്കെ അധികം വൈകാതെ നമ്മുടെ കൈകളിൽ എത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി പറയൂ, നിങ്ങൾക്ക് നേരെ വാളുയർത്തുന്നവരെ അരിഞ്ഞു വീഴ്ത്തില്ലേ? വീഴ്ത്തും, വീഴ്ത്തും, അരിഞ്ഞു വീഴ്ത്തും. എങ്കിൽ തളരാത്ത കരമുയർത്തൂ. നെപ്പോളിയൻ ബോണപാർട്ട് വിജയിക്കട്ടെ, നെപ്പോളിയൻ ബോണപാർട്ട് വിജയിക്കട്ടെ, നെപ്പോളിയൻ ബോണപാർട്ട് വിജയിക്കട്ടെ, നെപ്പോളിയൻ ബോണപാർട്ട് വിജയിക്കട്ടെ. ഈ കാണുന്ന നദിക്കക്കരെയാണ് നമ്മുടെ എതിരാളികൾ. ആയതിനാൽ നദിക്ക് കുറുകെയുള്ള പാലം നമ്മൾ പിടിച്ചടക്കണം. ശത്രു സൈന്യത്തിന്റെ വെടിയുണ്ടകൾ പായുന്ന ഈ പാലം എങ്ങനെ പിടിച്ചടക്കാൻ? അതാരാലും സാധ്യമല്ല. എന്ത് സാധ്യമല്ലെന്നോ? അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ഭാഷയിൽ ഇല്ലല്ലോ. വിഡ്ഢികളുടെ നിഘണ്ടുവിൽ അത് കണ്ടേക്കാം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് അസാധ്യമായ ഒന്നുമില്ല. വരൂ യോദ്ധാക്കളെ. ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു, ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു, ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു, ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു. ആയുധമേന്തി ആരുടനായോ ഒരു കൊള്ളത്തിൽ, ആയുധമേന്തി ആരുടനായോ ഒരു കളത്തിൽ, വിജയ കൊടുമുടി കയറിടാനായി ചടുതിയിൽ, വിജയ കൊടുമുടി കയറിടാനായി ചടുതിയിൽ. ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു, ഫ്രാൻസിൻ പാട്ടയിലെ വീരയോദ്ധാക്കളെ തേടുന്നു. ആയുധമേന്തി ആരുടനായോ ഒരു കൊള്ളത്തിൽ, ആയുധമേന്തി ആരുടനായോ ഒരു കളത്തിൽ, വിജയ കൊടുമുടി കയറിടാനായി ചടുതിയിൽ, വിജയ കൊടുമുടി കയറിടാനായി ചടുതിയിൽ. തെകിടത്തിമൃതത്തിലങ്ക് തക്കിടത്തിമൃതകഥ എത്തിയേറും വീര നെപ്പോളിയൻ മുന്നിൽ നയിച്ചിടും, എത്തിയേറും വീര നെപ്പോളിയൻ മുന്നിൽ നയിച്ചിടും. പോരത്ത്